ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. ധരണി ഗർഭസംഭൂതം, ഭൂമിയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ചവനും, വിദ്യുൽ കാന്തി സമപ്രഭം അല്ലെങ്കിൽ വിദ്യുൽ കാഞ്ചന സമപ്രഭം, മിന്നലിൻ്റെ ശോഭയോട് കൂടിയവനും, കുമാരം സുബ്രഹ്മണ്യൻ, ശക്തിഹസ്തം ശക്തി വേലെന്ന ആയുധം കൈവശമുള്ളവനുമായ തം മംഗളം അങ്ങനെയുള്ള ചൊവ്വയെ ഞാൻ നമസ്കരിക്കും. ചൊവ്വയുടെ പര്യായങ്ങളാണ് ഭൂമി ചേർത്തുള്ള എല്ലാ പര്യായങ്ങളും അല്ലേ. ധരണീപതിഹി, ശ്മാപതിഹി, ഭൂപതിഹി, ഭൂമിസുതഃ, ഭൂമിസൂനുഹു, ഇതൊക്കെ ചൊവ്വയുടെ പര്യായങ്ങളാണ്. ഇവിടെ നാം എന്തിനാണ് ചൊവ്വയെപ്പറ്റി ചർച്ച ചെയ്യുന്നത്? ചൊവ്വ ഇതാ ജ്യോതിശാസ്ത്രത്തിൽ തൻ്റെ ഉച്ചരാശിയായ മകരൻ രാശി കഴിഞ്ഞ് കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് പ്രവേശിക്കുന്നത്? 1201 കുംഭമാസം 11-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 23-ാം തീയതി ചൊവ്വ കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എത്ര ദിവസമാണ് അവിടെ ചൊവ്വ ഉള്ളത്? 40 ദിനങ്ങളാണ് കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. ഈ 40 ദിനങ്ങൾ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കുംഭത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ആശ്രയഫലം നന്നായിട്ടല്ല ആചാര്യന്മാർ വിവരിച്ചിട്ടുള്ളത്. ദുഃഖാർത്തോ വിഡ്ഢനഃ അടനഃ അനൃതരതിഹി തീഷ്ണശ്ച കുംഭസ്ഥിതി. ദുഃഖിതനാവുക, ധനം കൈവിട്ടു പോകുക, അടനഃ പരിഭ്രമം സഞ്ചരിക്കുക, അനൃതരതിഹി ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോവുക, ചീത്ത രതിയിലേക്ക് പോവുക, തീഷ്ണസ് അനാവശ്യമായി തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കുക. ഇതൊക്കെയാണ് കുംഭത്തിലുള്ള ചൊവ്വയുടെ ആശ്രയഫലം ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ വളരെ ശ്രദ്ധിക്കണം. ഈ ചൊവ്വ ഈ 40 ദിവസക്കാലം ഓരോ രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏതായാലും ചൊവ്വ ഈ കുംഭത്തിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് നന്നായി ചൊവ്വയുടെ മന്ത്രങ്ങൾ ജപിക്കാം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭജിക്കാം, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭജിക്കാം. ഇവിടെ ചൊവ്വ ഇത്രയും കാലം മകരത്തിൽ നിന്നിരുന്നത് ഉച്ചക്ഷേത്രത്തിലാണ്. അത് സ്ത്രീരാശിയാണ്, അത് ഭദ്രകാളിയാണ്. ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ്? പുരുഷരാശിയിലാണ്. അതിനാൽ ഇവിടെ ഭജിക്കാൻ നല്ലത് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ഠിവ്രതമെടുക്കാം, സുബ്രഹ്മണ്യ പൂജ ചെയ്യാം, രക്തപുഷ്പാഞ്ജലി ചെയ്യാം. ഇപ്രകാരം ഈ ചൊവ്വയെ നന്നാക്കി എടുത്താൽ ഈ ചൊവ്വ നല്ല പോസിറ്റീവായ അനുഭവങ്ങൾ പ്രഷ്ടാവിന് നൽകും. ചൊവ്വയെ കൊണ്ട് 3 വിഷയമാണ് ചിന്തിക്കുക. ഭ്രാത, സത്വഞ്ച, ഭൗമ, ക്ഷിതിരപി. 1 സഹോദരങ്ങൾ, 2 തന്നെ സാഹസികത, ധൈര്യം, ഊർജ്ജസ്വലത, മറ്റൊന്ന് ഭൂമി. ഇത് ഓരോ രാശിക്കാർക്കും ഈ ഭൂമിപരമായ വിഷയങ്ങളായാലും സഹോദര ഗുണങ്ങളായാലും എപ്രകാരമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന നക്ഷത്ര സമൂഹം. ഇവിടെ ചൊവ്വ നിൽക്കുന്നത് 10-ാം ഭാവത്തിലാണ്. 10-ാം ഭാവം ചൊവ്വക്ക് വളരെ ശക്തമായൊരു ഭാവമാണ്, ദിഗ്ബലവാനാണ്. 10-ൽ സൂര്യൻ വന്നാലും ചൊവ്വ വന്നാലും അത് വളരെയധികം എന്തിനെ സൂചിപ്പിക്കുന്നു? ശക്തിയെ സൂചിപ്പിക്കുന്നു. ദണ്ഡനാഥോ കുജാർക്കോ, കയ്യിൽ വടിപിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് 10-ൽ ചൊവ്വ വന്നാൽ. അതിനാൽ ഈ 10-ാം ഭാവത്തിലുള്ള ചൊവ്വയുടെ സ്ഥിതി വളരെ നല്ലതാണ്. പക്ഷേ എത്രത്തോളം ഞാൻ ഊർജ്ജസ്വലതയോടുകൂടി പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും അപ്പുറത്ത് ആരുണ്ടാവും? ശത്രു ഉണ്ടാകുമെന്ന് അറിയുക. കാരണം ചൊവ്വ പാപഗ്രഹമാണ്, വൈകല്യവാനാണ്. വൈകല്യങ്ങളുണ്ടാക്കും കർമ്മത്തിൽ. പാപയെ കർമ്മഗതയെ കർമ്മവിഹതി, കർമ്മത്തിന് തടസ്സങ്ങളുണ്ടാക്കുക. ആജ്ഞാക്ഷതിഹി, തൻ്റെ ആജ്ഞ അനുസരിക്കേണ്ട വ്യക്തികൾ അത് അനുസരിക്കാതിരിക്കുന്ന അവസ്ഥ വരും. ദുഷ്കീർത്തിഹി, കർമ്മമേഖലയിൽ പേര് ദോഷം വരും. അതിനാൽ പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഓ ഇവനാരാണിത് എന്ന് പറയും. വളരെ ജാഗ്രത പാലിക്കണം. കരുത്ത് വളരെ കൂടുതലാണ്. വളരെ അനുകൂലമായ ഫലമാണ് പറഞ്ഞിരിക്കുന്നത് കർമ്മമേഖലയിൽ. 10-ാം ഭാവത്തിൽ ചൊവ്വയും സൂര്യനും വരുമ്പോൾ ഊർജ്ജസ്വി ജനവല്ലഭോ ദശമകേ സൂര്യ മഹത്കാര്യം സാധേധി. അതേ ഫലമാണ് ചൊവ്വയ്ക്കും. ഊർജ്ജസ്വലിയായി വലിയ വലിയ കാര്യങ്ങൾ തനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ കഴിയും. രാഷ്ട്രീയ നേതൃത്വത്തിലായാലും ഭരണ നേതൃത്വത്തിലായാലും അധ്യാപകരായാലും ഒരു എച്ചമൊക്കെ ആയാലും പല കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റോടുകൂടി തനിക്ക് പ്രാവർത്തികമാക്കാൻ അനുകൂലമാണ്. പക്ഷേ അതോടുകൂടി അതിൻ്റെ അപ്പുറത്ത് ശത്രുക്കളും ഉണ്ടാകും. വെൽക്കാൻ തേച്ചത് പാണ്ടാകരുത്. പല കാര്യത്തിനും പിൻവാങ്ങേണ്ടി വരും. അതിനാൽ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതെന്ന് അറിയുക. നിർബന്ധമായും
ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ കർമ്മമുട്ടി ചെയ്യുന്നത് വളരെ നല്ലതാണ്. കർമ്മതടസ്സങ്ങൾ മാറട്ടെ. രാത്രി യാത്ര, വാഹനം ഉപയോഗിച്ചുള്ള യാത്രയും വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും ഔദ്യോഗിക ആവശ്യത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചാൽ പബ്ലിക് തടയുക, ചോദ്യങ്ങൾ ചോദിക്കുക, പോലീസ് കേസിലേക്ക് പോവുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. താൻ എത്രത്തോളം സ്ട്രിക്റ്റ് ആകുമ്പോൾ അതിന് കണക്കായി അപ്പുറത്ത് പലരും തനിക്ക് പ്രതിപക്ഷമുണ്ടാകുമെന്ന് അറിയുക. വളരെ ജാഗ്രത പാലിക്കണം. തന്ത്രപൂർവ്വം കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അഭികാമ്യം. 40 ദിവസക്കാലമുണ്ട്. പലപ്പോഴും തൻ്റെ കർമ്മമേഖലയുടെ പ്രശസ്തിയോടുകൂടി തിരിച്ചു വരുന്ന സമയമാണ്. ചെറിയൊരു കാലം. കുലേതസ്സയ്ക്കും മംഗളം മംഗളെന്നോ ജനേർഭുവതേ മധ്യമാവോ ഇതിസ്യാത്. തൻ്റെ കുലത്തിന് മുഴുവനും മംഗളം വരുത്തും 10-ൽ ചൊവ്വയുള്ളപ്പോൾ. അതിനാൽ ഇപ്പോൾ ഉത്സവങ്ങളാണ്, ധർമ്മദൈവ സങ്കേതങ്ങളും വിഷയങ്ങളുമൊക്കെയാണ്. ഈ ഘട്ടത്തിലൊക്കെ പോയാൽ അതിനൊരു പ്രധാനപ്പെട്ട കാർമ്മികനായി, പ്രധാനപ്പെട്ട വ്യക്തിയായി തലയുയർത്തി നടക്കാനൊക്കെ കഴിയും ഈ 10-ൽ നിൽക്കുന്ന ചൊവ്വ എന്ന് അറിയുക. സ്വതസിദ്ധ ഏവ അവതംസായതേസൗ. തനിക്ക് സ്വയം കിരീടം വെക്കാൻ പറ്റും. വരാഗോപി കണ്ഠീരവയ്ക്കും ദിദിയ. അതിശക്തനാണ് പരാക്രമത്തിൽ താൻ. അതിനാൽ ഈ ചൊവ്വയെ നന്നായി ഭജിച്ച് മുന്നോട്ട് നീങ്ങുക. ദാമ്പത്യത്തിൽ നല്ല ശ്രേയസ് വരും. വീട് സംബന്ധമായ, ഗൃഹസംബന്ധമായ കാര്യങ്ങളൊക്കെ തനിക്ക് ഇടപെടാം. ഭൂമിപരമായ ലാഭം ഉണ്ടാക്കും ഈ ചൊവ്വ. പലപ്പോഴും മധ്യസ്ഥത വഹിക്കുന്നവർക്ക് വലിയ ധനം കിട്ടും. പല നടക്കാത്ത പ്രോജക്റ്റുകൾക്കൊക്കെ 10-ൽ നിൽക്കുന്ന ചൊവ്വയുള്ള വ്യക്തികൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാര്യപ്രാപ്തിയിലെത്തിച്ച് തൻ്റെ കമ്മീഷൻ, തൻ്റെ ധനം വാങ്ങാൻ ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ല ഭൂമിപരമായ വിഷയങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ഭൂമി വിൽക്കാൻ കഴിയുന്നെങ്കിൽ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഒരു ഭൂമി പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ നല്ലതാണെന്ന് അറിയുക. ഈ ഒരു 40 ദിവസക്കാലം. നന്ദി, നമസ്തേ.